നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരുന്ന ജാസ്മിനും ഗംഭീരയും പിരിഞ്ഞു. ജാസ്മി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഭയങ്കര ഒരു മോശം സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ ഒരു 1-2 വർഷം. ഞാനത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് പലർക്കും പല രീതിയിലായിരിക്കാം. എനിക്ക് ഭയങ്കര കരച്ചിലുണ്ട്, നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നിനും തോന്നാത്തൊരു സമയമായിരുന്നു എനിക്ക്. ഒരു രാത്രി എനിക്ക് തോന്നി ചിലപ്പോ ഇവൻ എൻ്റെ ലൈഫിലേക്ക് വന്നാൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ബെറ്ററായി ഫീൽ ചെയ്തേക്കാം. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ പറയാനും തുടങ്ങി. എന്തായാലും ഇപ്പോൾ ഗബ്രിക്ക് ജാസ്മിനെ അറിയത്തേയില്ല. ജാസ്മിൻ എന്ന വ്യക്തിയെ ഈ ലോകത്ത് എവിടെയും വെച്ച് ഗബ്രി കണ്ടിട്ടില്ലാത്ത പോലെയാണ് പല ഇന്റർവ്യൂകളിലും ഇരുന്ന് ഘോരം വാദിക്കുന്നത്. ഐ ആം സ്റ്റിൽ സിംഗിൾ, ഐ ആം ലുക്കിംഗ് ഫോർ ഗേൾസ് എന്നൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഇവർ ഇതിനു മുമ്പ് നമ്മുടെ മുമ്പിൽ കിടന്ന് ഒന്നും കാഴ്ച വെച്ചിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 2 സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഇട്ടാൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമിലർ മെന്റാലിറ്റി ഉള്ള പെട്ടെന്ന് കണക്ട് ആവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമൻ ബോഡി റിയാക്ട് ചെയ്യും. ഞാനെന്തോടാ നിന്റെ ഭാര്യ? അല്ല, കുളിക്കാൻ പോയി എന്നെ വിളിച്ചിരുത്തി അടുത്തിരുത്തി വന്ന് സംസാരിച്ച കയ്യിൽ ഉമ്മയൊക്കെ തന്ന് കുളിക്കാൻ വിടും. നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ ഉള്ളിൽ കുറെ പരിപാടികളുണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതിപ്പോ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും തോന്നും നമ്മുടെ ഉള്ളിൽ ഉള്ള ഹോർമോൺസ് ആണ് നമുക്ക് വരുന്ന ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യണത്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസ് കാണുവാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.